ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, നൻപറുകളെ മേരെ സാത്തിയോ. ടുഡേ ഐ ആം ഗിവിംഗ് യു the English classes of 10th standard ഫസ്റ്റ് ലെസൺ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ലെസണാണ് തരുന്നത്. കുറച്ച് ഭാഗം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെസണിൻ്റെ പേര് നമുക്കറിയാം, ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് അല്ലേ. ഒരു വൃദ്ധൻ, വലിയ ചിറകുള്ള ഒരു വൃദ്ധൻ, ഒരു ചിറകുകളുമായിട്ടുള്ള ഒരു വൃദ്ധൻ നമുക്കറിയാം അല്ലേ. അപ്പോൾ നോക്കാം, എന്തൊരു ഫസ്റ്റ് നിങ്ങൾക്ക് അബൌട്ട് ദി റൈറ്റർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വിൽ കം ആസ് പ്രൊഫൈൽ റൈറ്റിംഗ്. അതായത് പ്രൊഫൈൽ റൈറ്റിംഗ് ആയിട്ട് വരാം റൈറ്ററെ. ഒന്ന് നോക്കാം, അബൌട്ട് ദി ഓതർ ഗബ്രിയേൽ ഗ്രാഷ്യ മാർക്കോസ്. അദ്ദേഹത്തിൻ്റെ പേര് ഗബ്രിയേൽ മാരിയ ഗ്രാഷ്യ മാർക്കോസ്. 1927-2014. അപ്പോൾ അടുത്ത 11 വർഷം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. വാസ് എ കൊളംബിയൻ നോവലിസ്റ്റ് ആൻഡ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സ് ഓഫ് 20th century. അപ്പോൾ അദ്ദേഹം ഒരു കൊളംബിയൻ എഴുത്തുകാരനാണ്. കൊളംബിയ ഇറ്റ്സ് ഫേമസ് കൺട്രി, അറിയാമല്ലേ, ആളെ നല്ല ഫുട്ബോൾ കളിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ ഇദ്ദേഹം നമുക്കറിയാമല്ലേ, റൈറ്റേഴ്സ് ഏറ്റവും നല്ലൊരു നോവലിസ്റ്റാണെന്ന് പറയാം. അതുപോലെ ഏറ്റവും നല്ലൊരു റൈറ്ററാണ് 20ാം നൂറ്റാണ്ടിൽ എന്ന് പറയാം. ഹി വാസ് അവാർഡ് ദി നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1982. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് 1982. ഹിസ് നോട്ടബിൾ വർക്ക്സ് ആർ, അദ്ദേഹത്തിൻ്റെ പ്രധാന രചനകളാണ് ഏതായിരുന്നു? ലവ് ഇൻ ദി ടൈം ഓഫ് കോളറ, ഫസ്റ്റ് വൺ. ദെൻ നോ വൺ റൈറ്റ്സ് ടു ദി കേണൽ, സെക്കൻഡ് വൺ, ആൻഡ് 100 years ഓഫ് സോളിറ്റ്യൂഡ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്ന് പറയുന്നത്. ഹി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് നോൺ ലാറ്റിൻ അമേരിക്കൻ റൈറ്റേഴ്സ് ഓഫ് അവർ ടൈം. അപ്പോൾ വളരെ അറിയപ്പെടുന്ന ഒരു ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരനാണ് നമ്മുടെ ഈ കാലഘട്ടത്തെ എന്ന് പറയാം. ഞാനിതിൻ്റെ ഷോർട്ടായിട്ടൊരു തരാം നമുക്ക് പോയിൻറ്റ്സ് ആയിട്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വൈഡായിട്ട് പറയാനുള്ള ടൈം ഉണ്ടാവില്ല. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റായിട്ട് നമുക്ക് കൊടുക്കാം സ്ട്രേഞ്ച് വിസിറ്റ് എന്ന് പറയാം, അല്ല, വളരെ വിചിത്രമായ ഒരു സന്ദർശനം എന്ന് പറയാം. വൺ ഡേ പെലായോ സോ എ സ്ട്രേഞ്ച് ഫിഗർ ഇൻ ഹിസ് കോർട്ട്യാർഡ്. അപ്പോൾ പെലായോ എന്ന് പറയുന്ന വ്യക്തി ഒരു ദിവസം കാണുകയാണ് തൻ്റെ മുറ്റത്ത് ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഫിഗർ, അല്ല, വിചിത്രമായിട്ടുള്ള ഒരു രൂപത്തിൽ. It was a very old man with enormous wings entangled in mud. അല്ലേ, അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ്, വളരെ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, വലിയ ചിറകുകളുമായി. അദ്ദേഹം മഡിൽ അങ്ങനെ പൊതഞ്ഞു കിടക്കുകയാണ്, അത് ചെളിയിൽ അല്ലേ പൊതഞ്ഞു കിടക്കുന്നു. ഹിസ് ഫിസിക്കൽ അപ്പിയറൻസ് വാസ് സെയിം ഐജ് ഫ്രയൽ ഫിഗർ വിത്ത് എനോർമസ്, അല്ലേ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫിഗർ എന്തായിരുന്നു? ഫ്രയലായിട്ടുള്ള, വളരെ ടയേർഡായിട്ടുള്ള ഒരു ഫിഗറായിരുന്നു. എനോർമസ് ആയിരുന്നു, വളരെ വലുതായിരുന്നു. ദെൻ ഡർട്ടി ആൻഡ് പാരസൈറ്റ് ഇൻഫെക്റ്റഡ് ബുക്സ്, അല്ലെ, വളരെ വൃത്തികെട്ടത്. അതുപോലെ പാരസൈറ്റ്, അല്ലെ, എന്തോ അണുബാധയൊക്കെ ഏറ്റ ചിറകുകളാണ് അദ്ദേഹത്തിനുണ്ടായത്. സോ ഹിസ് ഫ്യൂ ഫേഡഡ് ഹെയർസ് ആൻഡ് ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത് മേഡ് ഹിം ലൈക്ക് എ റാക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫേഡഡ് ആയിട്ടുള്ള, അല്ല, വളരെ മുടിയൊക്കെ ഒരുമാതിരി ചെമ്പിച്ചു പോയിട്ടുണ്ട്. അതുപോലെ പല്ലുകൾ, ഇതൊക്കെ കണ്ട ഒരു റാക്ക് പിക്കർ, ഒരു വേസ്റ്റ് പെറുക്കുന്ന ഒരു ആളെ പോലെ തോന്നിച്ചു. ഇനി ഇതിൽ നമുക്ക് സെക്കൻഡ് പോയിൻ്റായിട്ട് ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു, ഇതിനോടുള്ള പ്രതികരണം. പെലായോ കോൾ ഹിസ് വൈഫ് എലിസൻഡെ വിളിച്ചു, തൻ്റെ ഭാര്യയായിട്ടുള്ള എലിസൻഡെ പെലായോ. ബോത്ത് വർ സ്കേർഡ് ഓർ ഷോക്ക്, രണ്ടുപേരും ഭയപ്പെട്ടു. ഫെയർഡ് അല്ലേ, ഭയങ്കര ഫ്രൈറ്റൻഡ്. ദെൻ ദേ കൺസിഡർഡ് ദി ഓൾഡ് മാൻ ആസ് എ കസ്റ്റവേ ബിക്കോസ് ഓഫ് ഹിസ് സൈലൻസ് വോയിസ്. എവിടുന്നോ പുറന്തള്ളപ്പെട്ട കസ്റ്റവേ, അല്ലെ, പുറന്തള്ളപ്പെട്ട അല്ലെങ്കിൽ വഴിതെറ്റി വന്ന ഒരു സീമാനാണെന്ന് വിചാരിച്ചു, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട്. ദെൻ ബട്ട് ദി നൈബർ ലേഡി കൺക്ലൂഡഡ് ഹീസ് ആൻ ഏഞ്ചൽ. അപ്പോൾ അടുത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞു, ഇവരുടെ അയൽക്കാരി, ഇതൊരു ഏഞ്ചലാണ്, മാലാഖയാണ്. ആൻഡ് ദ റൈൻ നോക്ക്ഡ് ഹിം ഡൗൺ, മഴ, ശക്തമായ മഴയിൽ അത് താഴെ വീണു പോയതാണെന്ന് പറഞ്ഞു. എന്ന് നമുക്ക് ലാസ്റ്റ് പോയിൻ്റായി പറയാം, ദി ഏഞ്ചൽ ഈസ് ലോക്ക്ഡ്, ഈ ഏഞ്ചലിനെ പൂട്ടിയിടും. ദി നെക്സ്റ്റ് ഡേ എവരി വൺ ഇൻ ദി വില്ലേജ് ഹേർഡ് അബൌട്ട് ദി ഏഞ്ചൽ. അടുത്ത ദിവസം ആ ഗ്രാമത്തിലെ എല്ലാവരും ഈ ഏഞ്ചലിനെ കുറിച്ച് അറിയുന്നു. പെലായോ ലോക്ക്ഡ് ഹിം ഇൻ ദി കിച്ചൺ കൂപ്പ് ടു കീപ് ഹിംസെൽഫ്, അല്ലേ, അത് ചിക്കൻ കൂപ്പ്, അല്ലേ, അതായത് കോഴിക്കോട് എന്നൊക്കെ പറയാം, കോഴികളെ വളർത്തുന്ന സ്ഥലത്ത് ഇതിനെ പൂട്ടിയിടുന്നു. ദാറ്റ് നൈറ്റ് ദർ സിക്ക് ചൈൽഡ് ഗോട്ട് ബെറ്റർ. ആ രാത്രി അവരുടെ അസുഖമുള്ള കുട്ടി സുഖം പ്രാപിക്കും. ആൻഡ് ഗോട്ട് റിലീവ് ഫ്രം ഇൽനെസ്, അല്ലേ, അസുഖം മാറുന്നു. ആൻഡ് ദേ ഫീൽ ഗ്രേറ്റ്ഫുൾ ടു ദി ഏഞ്ചൽ, വല്ലാത്തൊരു ബഹുമാനം, ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമുണ്ടായി അവർക്ക് ഈ ഏഞ്ചലിനോട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഇനിയുണ്ട് ഇതിൽ. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ദെൻ വി വിൽ കണ്ടിന്യൂ. ഓക്കെ, ദെൻ